ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആനപ്പാറ എസ്റ്റേറ്റ്. ആനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇത് മാർക്കറ്റ് ചെയ്യണമെന്നല്ല കേട്ടോ, നമ്മൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ചെയ്യണതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഒരു സപ്ലിമെൻ്റാണ്, ഐസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ കൂളിംഗ് എഫക്റ്റ്, പശുക്കൾക്ക് സ്ട്രെസ്സും ഹീറ്റും കുറയ്ക്കാനുള്ള ഒരു സപ്ലിമെൻ്റാണത്. സംഭവം ഇത് വർക്കിംഗ് ആണ്, വർക്കൗട്ടായി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും പശുക്കൾക്ക് വല്ല കിതപ്പോ എന്തെങ്കിലും ചൂട് ഹീറ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. 270 MRP പ്രൈസ് കാണിച്ചിട്ടുള്ളത്. 250 രൂപയാണ് നമ്മളെ നിയറസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ടുള്ള റേറ്റ്. ഞങ്ങൾ നമുക്ക് ഈ തൈലേറിയും ഞൊണ്ടിപ്പനിയും ഒക്കെ വന്നിട്ടുള്ള പശുവിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തു, അതിന് മാത്രം കൊടുത്തു. പിന്നെ നമ്മൾ എല്ലാ പശുക്കൾക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഈ പശുവൊക്കെ കിതപ്പൊക്കെ കുറഞ്ഞ് അതിൻ്റെ മൂക്കിൽ നിന്ന് വായന്ന് വരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ ഞൊണ്ടിപ്പ് കുറച്ച് മാറാനുണ്ട്, അത് കാരണം പുറത്തന്നെ കിട്ടിയേക്കണം. ബാക്കി ഹീറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പാല് അത്യാവശ്യം കൂടി വരുന്നുണ്ട്. ഇപ്പം ഇന്ന് കാലത്ത് തന്നെ ഒരു 6-6.5 ലിറ്റർ പാലുകളും ഇന്ന് കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഉച്ചക്കാലത്ത് നോക്കണം. പാല് അത്യാവശ്യം ഒരു 15-16 ലിറ്റർ പാല് കിട്ടിയിരുന്ന പശുവായിരുന്നു. രാവിലെ 12 കിട്ടിയായിരുന്ന പശുവായിരുന്നത്. 12-13 വരെ കിട്ടിയിട്ടുണ്ട്. കടിഞ്ഞൂലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം ഇതിന് വന്നത്. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച പശു വരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പശുക്കളൊക്കെ അത്യാവശ്യം നല്ല കിതപ്പൊക്കെ കുറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ ആ മൂക്കിൽ നിന്നും വായന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒക്കെ ഒന്ന് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പശുക്കൾക്കും കൊടുത്തു. എന്തായാലും ചൂടാണ്, നല്ല ഹൈ ടെമ്പറേച്ചറാണ്. എൻ്റെ ഫാമിൻ്റെ അടുത്തൊക്കെ സൂര്യാഘാതമേറ്റ് പശുക്കൾ മരിച്ചതും, ചേന പിടിച്ച് 7 മാസത്തെ പശു മരിച്ചു. അങ്ങനെ ഒരുപാട് ഇത് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ പോയി അതിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ഉച്ചക്ക് ഓടൊക്കെ നനച്ചു കൊടുത്തു, മോട്ടർ വെച്ച് അടിച്ച് നനച്ചു കൊടുത്ത്. അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പരിപാടി, ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്ത്. എന്തായാലും പുറത്തഴിച്ച് കെട്ടാൻ പറ്റില്ല. പുറത്തഴിച്ച് കെട്ടണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരേ തെങ്ങിൻ്റെ ചുവട്ടിൽ അഴിച്ച് കെട്ടണം. പക്ഷേ ഉച്ച സമയത്ത് അവിടെയും കെട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അത്യാവശ്യം തണലുള്ള ഏരിയ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ 3 പശുക്കൾ പുറത്തുണ്ട്. ഒരു എരുമയുണ്ട്, ഒരു പശു വേറെ ഉണ്ട്, ഇപ്പോൾ പ്രസവിച്ചൊരു പശുവുണ്ട്. പീറ്റങ്ങൾ എന്തായാലും ഈ ഏരിയയിലുണ്ട്. ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം നല്ല ഉച്ച സമയത്ത് വെയിൽ വരും. അതുകൊണ്ട് ആരും വെയിലത്ത് കെട്ടാതിരിക്കുക, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. വെയിലത്ത് കെട്ടാതിരിക്കുക. പിന്നെ ഷെഡിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടുക. ഷെഡ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഷീറ്റൊക്കെ ആണെങ്കിൽ എന്തായാലും സ്പ്രിങ്ക്ലർ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറൊക്കെ കളയുക. പിന്നെ നല്ല വായുവിസ്താരമുള്ള ഷെഡ് ആയിരിക്കണം. അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഷെഡ് കെട്ടാൻ ശ്രമിക്കാം. അതിൻ്റെ ഉള്ളിൽ നിർത്താം. ഫാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫാൻ ഇട്ട് കൊടുക്കാറില്ലായിരുന്നു, പിന്നെ ഇപ്പോൾ ചൂടായപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പ്രാവശ്യം അധികം കുറച്ച് ചൂട് കൂടുതലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഷെഡിൽ തന്നെ ഫാന് പോലും വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഷെഡിൽ ഫാനില്ലാതെയാണ് പശുക്കൾ നിന്നിരുന്നത്. ചൂടില്ലൊന്നുമില്ല. പിന്നെ മഴക്കാലമായപ്പോൾ നമ്മൾ ഫാൻ വെച്ചത്, കാരണം ഈ പ്രാണികളെ കൊതുകിൻ്റെ ശല്യം അതും ഈറ്റകൾക്കൊരു സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഫാൻ വെച്ചത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഷെഡിൽ തന്നെ നിന്നറിയാം. അത്യാവശ്യം നല്ല ചൂടൊക്കെ കുറവുണ്ട്. ഉച്ചക്ക് ഇനി ഒന്നും കൂടെ ഇതിൻ്റെ ഓട് നനച്ച് നമ്മൾ കൊടുക്കും, അപ്പോൾ ഒന്നുകൂടെ ഉഷാറാവും. പിന്നെ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ മരുന്ന് ഈ സപ്ലിമെൻ്റ് അല്ലാതെ വേറെ ഇതുപോലെ തന്നെ സെയിം സപ്ലിമെൻ്റ് വേറെ ഉണ്ട്. ഇതേ സംഭവം തരുന്ന സപ്ലിമെൻ്റ്.
അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചൂടുകാലത്ത് എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കെയറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ളത്. കാരണം അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരുടെ ഫാമിലും പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ ചൂടിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ഫാമിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, സ്ട്രെസ്സ് കുറയ്ക്കുക, ഹീറ്റ് കൺട്രോൾ ചെയ്യുക, നമ്മളെ ഓടുകളൊക്കെ നനച്ചു കൊടുക്കുക, ഷീറ്റിലൊക്കെ സ്പ്രിംഗ്ലർ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിൻ്റെ സ്ട്രെസ്സ് കുറച്ച് കൊടുക്കുക. അതാണ് നമ്മളെ മെയിൻ മുഖ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ഡേഷനായിട്ട് കാണാം. ഓക്കെ.